ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ട ആക്റ്റീവ വണ്ടി നമ്മൾ വർക്കിന് ചെയ്തിട്ടുണ്ട്. ജനറൽ സർവീസ് എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റാം. ഹെഡ്ലൈറ്റ് ബൾബ് ഒരെണ്ണം ചേഞ്ച് ചെയ്ത് തരാം. അത് കസ്റ്റമർ മേടിച്ചു തന്നുണ്ട്. പിന്നെ ഫ്രണ്ട് ഓൾറൗണ്ട് കാർഡ് ഒരു സൈഡ് വിട്ട് കൊടുക്കേണ്ട, അതൊന്ന് കറക്റ്റ് ചെയ്യണം. വാട്ടർ സർവീസ്, ബ്രേക്ക് ചെക്കപ്പ്, ബാക്കിലത്തെ ബ്രേക്ക് ചെക്ക് ചെയ്യണം. ലെഫ്റ്റ് സൈഡ് മിറർ പൊട്ടിയാണ്, അത് ലൂസായി പോകണം. അപ്പോൾ അത് മാറ്റനേഴ്സ് പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കയറ്റിയിട്ടുണ്ട്. അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ നോക്കുമ്പോൾ ബ്രേക്ക് ലൈനർ വലിയ പഴക്കമില്ലാത്ത ലൈനർ ആണ്. പക്ഷേ സ്വാഭാവികമായിട്ടും അതിൻ്റെ നിലവിൽ പക്ക ഡ്യൂപ്ലിക്കേറ്റ് ലൈനർ അതുമ്പോൾ കിടക്കണേ. അതാണ് നമുക്ക് ബ്രേക്ക് കിട്ടാത്തതിൻ്റെ മെയിൻ കാരണം കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൊടിയുടെ പ്രസൻസ് വളരെ കൂടുതലാണ്. ഹബിൻ്റെയും ലൈനറിൻ്റെ ഇടയിൽ പൊടി വരുമ്പോൾ ഓൾറെഡി വണ്ടി ബ്രേക്ക് ആവണില്ല. അതാണ് കംപ്ലൈൻറ്റ്. ബാക്കിലത്തെ ബ്രേക്ക് ലൈനർ മാറ്റി പുതിയത് കമ്പനി ആയിട്ട് സെറ്റ് ചെയ്യുക, ബ്രേക്ക് ആയിക്കോളും, വേറെ പ്രോബ്ലം ഇല്ല. പിന്നെ അതേപോലെ തന്നെ ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിട്ടാൽ ബാക്ക് വീൽ പിടിപ്പിക്കുന്ന ഷാഫ്റ്റാണത്. അത് ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ അതിൻ്റെ ബെയറിങ്ങിൻ്റെ പ്ലേ ഒക്കെ നമ്മൾ ചെക്ക് ചെയ്ത് വേറെ കംപ്ലൈൻറ്റ് ഒന്നുമില്ല. ഗിയർ ഓയിലും നമ്മൾ നോക്കി, ലെവൽ കാര്യങ്ങളൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. ബാക്കിലത്തെ ടയറിൻ്റെ കണ്ടീഷനൊക്കെ ഓക്കെയാണ്, അത്യാവശ്യം ഉണ്ട്, ഉപയോഗിക്കാനുണ്ട് കേട്ടോ. ഹബിനകത്ത് ഇതാണ് നിലവിലെ അവസ്ഥ. ഇത് മൊത്തം പൊടിയാണ്. ഈ സൈഡൊക്കെ വരുമ്പോഴത്തേക്കും സാധാരണ ബ്രേക്ക് ലൈനർ പറയുമ്പോൾ പൊടി വരും, പക്ഷേ ഇതൊരു തുരുമ്പ് പിടിച്ചേക്കണ പോലത്തെ ഒരു പൊടിയാണ് ഇതിനകത്ത് വരാം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആ സംഭവം ബ്രേക്ക് കിട്ടാത്തതിൻ്റെ മെയിൻ റീസൺ. ഹബിനും അത്യാവശ്യം സ്ക്രാച്ചസ് തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ. അപ്പോൾ നിലവിൽ എന്തെങ്കിലും ലൈനർ മാറ്റിയിടാം. ഫ്രണ്ടിൽ കിടക്കുന്നത് ഇത് തന്നെയാണ്, പക്ഷേ നമുക്ക് ഫ്രണ്ട് ബ്രേക്ക് വേണമെങ്കിൽ നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യണം. ബാക്ക് ബ്രേക്ക് നമുക്ക് വെരി എമർജൻസി ആയിട്ടുള്ളതാണ്, അത്യാവശ്യം ലോഡ് എടുത്ത് പോകണമാണ്. അപ്പോൾ ബാക്കിലത്തെ ബ്രേക്ക് ലൈനർ ഞാൻ മാറ്റി വെച്ചേക്കാം, വേണമെങ്കിൽ നമുക്ക് ഫ്രണ്ടിലിട്ട് നമുക്ക് യൂസ് ചെയ്ത് തീർക്കാം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമ്മളതിൻ്റെ എയർ ഫിൽറ്റർ ക്ലച്ച് സൈഡൊക്കെ കഴിച്ചിട്ടുണ്ട്. എയർ ഫിൽറ്റർ നമുക്ക് ഇതുമ്പോൾ കിടക്കണതൊക്കെ പക്ക ഡ്യൂപ്ലിക്കേറ്റാണ് ഫിൽറ്ററൊക്കെ കിടക്കണത്. അതേപോലെ തന്നെ പ്ലഗിൻ്റെ ഭാഗവും കിടക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റാണ്. രണ്ടും മാറ്റിയിടാണെങ്കിൽ അതാണ് കുറച്ചുകൂടി നല്ലത് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എയർ ഫിൽറ്ററും പ്ലഗൊക്കെ കമ്പനി ആയിട്ട് മേടിച്ചിട്ടാണ് ഏറ്റവും ബെറ്റർ കേട്ടോ. ഇതിപ്പോൾ അത്യാവശ്യം പൊടിയൊക്കെ ഉണ്ട്, വേണമെങ്കിൽ നമുക്ക് എയർ അടിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. പക്ഷേ മാറ്റിയിടണമായിരിക്കും ഏറ്റവും ബെറ്റർ. വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ്, മൈലേജ് ഷോട്ടൊക്കെ ഇതുമായി ബന്ധപ്പെട്ട കംപ്ലയിൻറ്റ് കൊണ്ട് വരും. പിന്നെ സെക്കൻഡറി ഫിൽറ്റർ എന്ന് പറയുന്നത് സ്പോഞ്ച് പോലത്തെ, അത് മൊത്തം പൊടിഞ്ഞു ഈ ഒരു അവസ്ഥയിലേക്ക് ആയതുകൊണ്ട് അതെന്തെങ്കിലും നമുക്ക് മാറ്റിയിടണം. ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ക്ലീനിങ്ങിനും ഗ്രീസിങ്ങിനൊക്കെ ആയിട്ട് അഴിച്ചാണ്. അപ്പോൾ ഇവിടെ ക്ലച്ച് സൈഡ് അഴിക്കുമ്പോൾ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ഇവിടുത്തെ ഓയിൽ സീൽ ലീക്കായി തുടങ്ങിയതാണ്. ആരംഭമാണ്, കൈയോടെ തന്നെ അത് മാറ്റിയിടാണെങ്കിൽ അത് ക്ലിയർ ചെയ്ത് നോക്കുള്ളൂ. പിന്നെ ക്ലച്ച് യൂണിറ്റ് ഫുള്ളായിട്ടൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് നമ്മൾ റീസെറ്റ് ചെയ്യുന്നുണ്ട്. ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ നോക്കുന്നുണ്ട്. ബെൽറ്റ് സെൻറ്റർ ഭാഗമൊക്കെ നോക്കുമ്പോൾ പൊട്ടിയാണ് ഇരിക്കണം കേട്ടോ. അപ്പോൾ ബെൽറ്റ് മാറ്റിയിടാം, കാരണം എന്ന് വെച്ചാൽ മാറ്റേണ്ട ടൈം പണ്ടേ കഴിഞ്ഞിട്ടുണ്ട്. ഈ സൈഡൊക്കെ നല്ല രീതിയിൽ പൊട്ടി വിണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അത് മാറ്റിയിടാം. കാരണം ഇപ്പോൾ കൂട്ടത്തിൽ മാറ്റി പോകുമ്പോൾ നമുക്ക് ജനറൽ സർവീസിൻ്റെ കൂട്ടത്തിലായതുകൊണ്ട് വേറെ നമുക്ക് അഡീഷണൽ ലേബർ ചാർജ് കാര്യങ്ങളൊന്നും വന്നില്ല, പാർട്സിൻ്റെ എമൗണ്ട് മാത്രമേ വരുള്ളൂ. അപ്പോൾ ഞാൻ എസ്റ്റിമേറ്റിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് നോക്കിയിട്ട് പറയാം, അതനുസരിച്ചിട്ടാണ് എന്തെങ്കിലും നമ്മൾ ചെയ്യുള്ളൂ. പിന്നെ അതേപോലെ തന്നെ ബെൻഡെക്സ് യൂണിറ്റ് നമ്മൾ ചെക്ക് ചെയ്തു, വർക്കിംഗ് ഓക്കെയാണ്, വേറെ പ്രോബ്ലം ഇല്ല. വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവർ, റോളറൊക്കെ നോർമൽ സാധാരണ രീതിയിലുള്ള തേമാനങ്ങളുള്ളൂ. ക്ലച്ച് യൂണിറ്റും വേറെ കംപ്ലൈൻ്റ് ആയിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ശരിക്കും ക്ലച്ചിൽ നമുക്ക് മാറ്റേണ്ടി വന്ന പാർട്സ് തന്നെ ഒന്ന് ബെൽറ്റ് മാറണം, അതേപോലെ തന്നെ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ഓയിൽസിൽ പോയി കിടക്കുന്നുണ്ട്, അതൊന്നും മാറ്റിയിടാം. പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോൾ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ അത്യാവശ്യം ലീക്കേജ് കാണുന്നുണ്ട്. ഓയിൽ ലീക്കാണ് ഈ കാണുന്നത് കേട്ടോ. അത് ഈ സൈഡൊക്കെ നല്ല രീതിയിൽ ഓയിൽ ലീക്ക് ഉണ്ട്. അപ്പോൾ ആ കവർ ഗ്യാസ്കറ്റ് അഴിച്ചതിൻ്റെ മൗണ്ട് റബ്ബർ, അതായത് ബോൾട്ടിൻ്റെ ഉള്ളിൽ തന്നെ റബ്ബർ കൂടി മാറ്റിയിട്ട് കഴിഞ്ഞാൽ അത് നമുക്ക് കൺട്രോൾ ചെയ്യാവുന്നുള്ളൂ. അത് നോക്കിയിട്ട് ആ രീതിയിൽ ക്ലിയർ ചെയ്തിടാം. പിന്നെ ചോക്കിൻ്റെ കേബിൾ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ചെറിയൊരു ടൈറ്റ് ഉണ്ട്, അതൊന്ന് ലൂബ്രിക്കേറ്റ് ചെയ്തിടാം. ആക്സിലേറ്റർ കേബിളായാലും വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. പിന്നെ കാർബറേറ്ററുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ഒരു കംപ്ലയിൻ്റ് ഒന്നും നിലവിൽ കസ്റ്റമർ പറഞ്ഞിട്ടുമില്ല. നമ്മൾ ഓടിച്ചു നോക്കുന്ന സമയത്ത് വേറെ കംപ്ലയിൻ്റ് ആയിട്ടൊന്നും തോന്നുന്നില്ല കേട്ടോ. കാരണം ഇപ്പോൾ വന്ന വണ്ടികൾ ഒട്ടുമിക്ക വണ്ടികൾ ഒരു 10 വണ്ടി വരെയാണെങ്കിൽ അതിനകത്ത് ഒരു 8 വണ്ടിയുടെയും കാർബറേറ്റർ കംപ്ലയിൻ്റ് ഉണ്ട്. കാർബറേറ്റർ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പെട്രോൾ E20 പെട്രോൾ എന്ന് പറയുമ്പോൾ എത്തനോളാണ് 20% എത്തനോൾ അതിനകത്ത് മിക്സിംഗ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അലുമിനിയം ബോഡിയാണ്, ഈ കാർബറേറ്റർ എന്ന് പറഞ്ഞാൽ അലുമിനിയം ബോഡിയാണ്, അത് ദ്രവിച്ച് പോകുന്ന കംപ്ലയിൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് മെയിനായിട്ട് വന്ന കംപ്ലയിൻറ്റ് എന്ന് പറഞ്ഞാൽ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റാണ്. ഈ കാണുന്ന കറുത്ത പഴുപ്പ് വഴി താഴേക്ക് പെട്രോൾ ചാടി പോവാം. അത് നമ്മൾ എങ്ങനെ ക്ലീൻ ചെയ്യാൻ നോക്കിയാലും എങ്ങനെ ക്ലിയർ ചെയ്യാൻ നോക്കിയാലും സാധാരണ രീതിയിൽ നടപടി ആവാറില്ല. അപ്പോൾ തൽക്കാലം വേറെ കംപ്ലയിൻറ്റ്സ് ഒന്നും ഇപ്പം നിലവിലില്ല. അങ്ങനത്തെ ഒരു കംപ്ലയിൻറ്റ്സ് കസ്റ്റമർ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ്, മിസ്സിങ്, അങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നും കസ്റ്റമർ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമ്മൾ കാർബറേറ്ററിൻ്റെ ഭാഗം നമ്മൾ നിലവിൽ ടച്ച് ചെയ്യുന്നില്ല കേട്ടോ. കാരണം ഞാൻ ജനറൽ സർവീസിൽ ഓൾറെഡി കാർബറേറ്റർ ക്ലീനിങ് ഇല്ല. നമ്മളത് അഴിച്ച് ക്ലീൻ ചെയ്യണമെങ്കിൽ തന്നെ അഡീഷണൽ നമ്മൾ ചാർജ് വരും. പ്രത്യേകിച്ചൊരു കംപ്ലയിൻറ്റ് ഇല്ലാത്തത് കൊണ്ട് അത് തൊടണ്ട. കാരണം ഞാൻ പരമാവധി യൂസ് ചെയ്യുക. കാരണം ഓവർഫ്ലോ കംപ്ലയിൻറ്റ് നമ്മൾ എപ്പോൾ വേണമെങ്കിലും പ്രതീക്ഷിക്കാം. അതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ കേട്ടോ. അതുകൊണ്ട് കാർബറേറ്ററിൻ്റെ ഭാഗം നമ്മളൊന്നും ചെയ്യണില്ല. അത്യാവശ്യം ട്യൂണിങ്ങോ കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അത് മാത്രം നമുക്ക് ചെയ്യാം. പിന്നെ ഫ്രണ്ട് സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ ഫ്രണ്ടിലത്തെ ഷോക്കപ്പ് ഈ സൈഡ് ലീക്ക് ആയിട്ടുണ്ട്. ഈ സൈഡ് ഓയിൽ ലീക്കായി കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള തെറിപ്പ് ഫ്രണ്ട് സൈഡിൽ നിന്ന് വരുന്നുണ്ട്. ശരിക്കും മാറ്റുമ്പോൾ 2 ഷോക്ക് അബ്സർ കൂടി മാറ്റിയിടണം. അതല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് അറ്റ്ലീസ്റ്റ് ഇപ്പോൾ ഷോക്ക് അബ്സർ മാറ്റണമെങ്കിൽ ഇപ്പോൾ ഏകദേശം ഒരു 1000 രൂപ താഴെ നമുക്ക് അതിന് റേറ്റ് വരും, 2 ഷോക്കപ്പ് കൂടി. ഇനി അതും പറ്റില്ല എന്നുണ്ടെങ്കിൽ ഗ്രീൻ ബുഷ് മസ്റ്റായിട്ട് മാറണം, കാരണം അത് ഓവലായിപ്പുണ്ട് ഈ സൈഡ് തന്നെ കേട്ടോ. അപ്പോൾ ഞാൻ ഷോക്കിൻ്റെ അടക്കം ഉൾപ്പെടുത്തിയിട്ടുള്ള എസ്റ്റിമേറ്റാണ് ഇടണേ. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് റിപ്ലൈ ചെയ്യാം.
കാരണം എന്താ വെച്ചാൽ നമുക്ക് എമൗണ്ട് ഇതൊക്കെ മാറുമ്പോൾ ഏകദേശം ഒരു 1000 താഴെ നമുക്ക് വന്നുണ്ട്. അപ്പോൾ എമൗണ്ട് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ ഇത് മാറ്റാതെ കൊണ്ട് അതിൻ്റെ ഗ്രീൻ ബുഷ് മാത്രം മാറ്റി സെറ്റ് ചെയ്യണം. പക്ഷേ അറിഞ്ഞു വെക്കുക, ഈ സാധനം കംപ്ലൈൻ്റ് ആണ്. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ മാറ്റിയേ പറ്റുള്ളൂ. കൈയോടെ മാറ്റിയിടാണെങ്കിൽ ആ ഫ്രണ്ട് ടയറുമായി ബന്ധപ്പെട്ട അലൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ടൊന്നുള്ളൂ. അതല്ലെങ്കിൽ പോകുന്തോറും ആ കംപ്ലയിൻറ്റ്സ് കൂടുതലായിട്ട് വരുള്ളൂ കേട്ടോ. എസ്റ്റിമേറ്റ് ഞാനത് ഉൾപ്പെടുത്തുന്നുണ്ട്. നോക്കിയിട്ട് റിപ്ലൈ ചെയ്തിട്ടാണ് എന്തെങ്കിലും ചെയ്യുള്ളൂ നമ്മൾ. ഫ്രണ്ടിലത്തെ ബ്രേക്ക് ലൈൻഡറും ഇതുമ്പോൾ കിടക്കുന്നത് പുതിയ ലൈൻഡറാണ്. പക്ഷേ പക്ക ഡ്യൂപ്ലിക്കേറ്റ് ലൈൻഡറാണ്. ബാക്കിൽ കിടക്കുന്ന അതേ ലൈൻഡർ തന്നെയാണ് ഫ്രണ്ടിലും കിടക്കുന്നത്. പക്ഷേ നമുക്ക് ഫ്രണ്ടിൽ അത്രയും കൂടെ എഫക്റ്റ് ആവില്ല. ബാക്ക് ബ്രേക്ക് പ്രോബ്ലമാണ്. അതുകൊണ്ടാണ് ലൈൻഡർ മാറ്റിയിടാൻ പറഞ്ഞതിൻ്റെ കേട്ടോ. അപ്പോൾ അത് ഞാൻ ആ കവറിൽ തന്നെ, കമ്പനി ലൈൻഡറാണ് നമ്മൾ സെറ്റ് ചെയ്യണം, ആ കവറിൽ തന്നെ ഇട്ടിട്ട് വണ്ടിയുടെ സീറ്റിൻ്റെ ഉള്ളിലിട്ട് നമുക്ക് എടുക്കാവുന്ന രീതിയിലേക്ക് ആക്കാം. ഫ്രണ്ടിലൊക്കെ ഇട്ട് നമുക്ക് തീർത്ത് കളയാം. അതാണ് ചെയ്യാൻ പറ്റട്ടോ. പിന്നെ ഫ്രണ്ടിലത്തെ ഒരു ബ്രേക്കിൻ്റെ കേബിൾ പൊട്ടിപ്പോയിട്ടുണ്ട്. അത് മാറിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ട്. സ്പീഡോമീറ്റർ ഓൾറെഡി കംപ്ലയിൻ്റ് ഉണ്ട്. അപ്പോൾ മീറ്ററിൻ്റെ കേസ് സർക്കാരൊന്നും നമ്മൾ ചെയ്യണില്ല കേട്ടോ. ഫ്രണ്ടിലത്തെ വീൽ ബെയറിങ് കാര്യങ്ങൾ നോക്കി വേറെ കുഴപ്പമൊന്നുമില്ല. ടയറും ഏകദേശം ഒരു 80% കഴിഞ്ഞിട്ടുണ്ട്. വേറെ ഇതൊന്നുമില്ല. റിമ്മിൻ്റെ അവസ്ഥയും മോശമാണ്. ഈ സൈഡൊക്കെ തുരുമ്പിട്ട് ഓട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ശ്രദ്ധിച്ചാൽ മതി, കുഴപ്പമില്ല. നമുക്ക് ടയർ മാറ്റുന്ന കൂട്ടത്തിൽ കൂടെ റിമ്മൊക്കെ മാറ്റിയിടാണെങ്കിൽ നന്നായിരിക്കും. പിന്നെ ബാറ്ററി നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ 2023 ബാറ്ററിയാണ് അത് ഇരിക്കുന്നത്. ആമറോണിൻ്റെ ബാറ്ററിയാണ്. ഞാൻ അതിൻ്റെ വോൾട്ടൊക്കെ നോക്കി 13 വോൾട്ട് വരെ കാണിക്കുന്നുണ്ട്. ലോഡ് കൊടുക്കുമ്പോഴേലും 9.57 വരെ വന്നുണ്ട്. നിലവിൽ വേറെ ബാറ്ററിയുടെ ഭാഗത്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. പിന്നെ നമുക്കൊരു മിറർ മാർട്ടിനേഴ്സ് പറഞ്ഞിട്ടുണ്ട്. ഈ സൈഡ് മൊത്തത്തിൽ ഇങ്ങനെ കിടന്ന് തിരിയുന്നുണ്ട് മിറർ കേട്ടോ. അപ്പോൾ അതൊന്ന് മാറ്റിയിടാം. അത് എസ്റ്റിമേറ്റ് ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേസ് ജസ്റ്റ് ഞാൻ പറയാൻ കൃത്യമായിട്ട് ശ്രദ്ധിക്കാം. എഞ്ചിൻ്റെ ഓയിൽ മാറ്റാൻ വേണ്ടി നമ്മൾ അഴിച്ചാണ്. അപ്പോൾ ഓയിൽ ലെവൽ വളരെ കുറവായിട്ട് കാണുന്നുണ്ട്. ഇത് നമ്മൾ വളരെ ഗൗരവത്തിലെടുക്കേണ്ട ഒരു കേസാണ്. കാരണം എന്ന് വെച്ചാൽ ഓയിൽ ലെവൽ നമുക്ക് ഇത്രയും കുറവുള്ളപ്പോൾ സ്വാഭാവികമായിട്ടും ഓയിൽ ഏതെങ്കിലും രീതിയിൽ ചിലവായി പോകണ്ടാവും. നമുക്കിപ്പോൾ നോക്കുമ്പോൾ ചെറിയൊരു ലീക്കേജ് ഇവിടെ ഉണ്ട്, അതൊരു കാരണമാണ്. പിന്നെ മൈന്യൂട്ടായിട്ട് ഓയിൽ കത്തി അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിലും ഓയിൽ കുറയും. അപ്പോൾ നമ്മളിപ്പോൾ നിലവിൽ ഓയിൽ ഫില്ല് ചെയ്ത് തരാം. അപ്പോൾ നമ്മൾ ഏകദേശം ഇപ്പോൾ കിലോമീറ്റർ സ്പീഡോമീറ്റർ വർക്കിംഗ് അല്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അടുത്ത മാസം ഏകദേശം ഒരു 1-ാം തീയതിയോ 2-ാം തീയതിയോ ആ ദിവസങ്ങളിലൊക്കെ കയറ്റിയിട്ട് അടുത്ത മാസം ഒരു മാസമാണ് എൻ്റെ ഒരു ഏകദേശം ഒരു ടൈം പറയുന്നത് കേട്ടോ. നമ്മുടെ ഓട്ടോ അനുസരിച്ചിട്ട് അത് നോക്കണം. ഏകദേശം ഒരു മാസമൊക്കെ കഴിഞ്ഞ് നമ്മൾ കയറ്റിയിട്ട് ഓയിൽ ലെവൽ ചെക്ക് ചെയ്യുക. അപ്പോൾ അതിനകത്ത് ഈ സ്റ്റിക്കിനകത്ത് കാര്യമായിട്ട് ലെവൽ കുറവുണ്ടെങ്കിൽ അത് നമ്മൾ എത്രയും പെട്ടെന്ന് പരിഹരിച്ച് വിടണം. കാരണം കാര്യമായിട്ടുള്ള കുറവുണ്ടെങ്കിൽ കൈയോടെ നമ്മൾ പരിഹരിച്ച് വിടണം. അതല്ലെങ്കിൽ എഞ്ചിൻ ഓയിൽ ലെവൽ കുറഞ്ഞ് ഓടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മുടെ വണ്ടിയുടെ എഞ്ചിൻ കംപ്ലയിൻറ്റിലേക്ക് പോകും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക, വളരെ ഗൗരവത്തിലെടുക്കുക. കാരണം ഞാൻ നല്ല രീതിയിൽ അത് എഞ്ചിൻ ഓയിൽ പിസ്റ്റണ കയറി പിടിച്ച് കഴിഞ്ഞാലുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ 10-15,000 രൂപ നമുക്ക് ചിലവ് തന്നെ കേസാണ്. അപ്പോൾ അതൊന്ന് ഓർമ്മയിൽ വയ്ക്കുക. കാരണം അത് നമ്മുടെ ഇൻസ്റ്റൻ്റ്ലി നമ്മുടെ പെട്ടെന്ന് നമ്മുടെ പൈസ കളയുന്ന ഒരു പരിപാടിയാണത്. കാരണം അത് വന്നാൽ വേറെ ഒന്നും ചെയ്യാതിരിക്കാനും പറ്റില്ല, വേറെ ഒന്നും ചെയ്യാനും പറ്റാത്തൊരു കണ്ടീഷനാണ്. അപ്പോൾ അതൊന്ന് ഓർമ്മ വെച്ചേക്കാം. എഞ്ചിൻ ഓയിൽ ലെവൽ കുറയുന്ന കംപ്ലയിൻറ്റ് വണ്ടിക്ക് ഉണ്ട്. അതൊരു മാസം കഴിയുമ്പോൾ ചെക്ക് ചെയ്യണേഴ്സും മറന്നു പോകരുത്. അത് കൃത്യമായിട്ട് ചെയ്തോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഈ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങളെല്ലാം മാറ്റേണ്ട പാർട്സുകളും എഞ്ചിൻ ഓയിലിൻ്റെ മാറ്റേണ്ട പാർട്സുകളുടെ ലിസ്റ്റൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യാം. അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കേട്ടോ. വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം. കാരണം നമുക്ക് റിപ്ലൈ കിട്ടിയിട്ട് അതനുസരിച്ചിട്ടാണ് വർക്ക് ചെയ്യാനായിട്ട്.